ഇന്ന് പനി പിടിച്ചൊരു വൈകുന്നേരമാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. പനി പിടിച്ചിട്ട് 2 ദിവസമായി. ഇന്ന് 2ാമത്തെ ദിവസമാണ്. അപ്പം ഞാൻ മരുന്നൊന്നും മേടിച്ചിട്ടുണ്ടായിട്ടാ. അച്ചു വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം ഞാൻ ഓട് മരുന്ന് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓളെത്തിച്ചാൽ പപ്പാട് എനിക്ക് തിന്നണം. അപ്പോൾ ഇന്നില്ലേ വീട്ടിൽ കുറച്ച് പണിക്കാർ വന്നിട്ടുണ്ടായി. നമ്മൾ വീട്ടിൻ്റെ മുകളിൽ ഹോസ്പിറ്റാസിൽ ആ സാധനം ഇടുന്നൊരു ഇതുണ്ടായിന്. അപ്പോൾ ഇന്ന് വലിയ പണിയൊന്നും എടുത്തിട്ടില്ല. ആ സാധനങ്ങൾ അവിടെ കൊണ്ടിട്ടതില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കി. പിന്നെ എൻ്റെ ചെടിക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിട്ടാ. വൈകുന്നേരം നമുക്കിവിടെ മിനിയാ നല്ല മഴ കിട്ടിയിട്ടുണ്ടായിന്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ മഴയില്ല, ഒരു തേങ്ങയില്ലാത്തൊരവസ്ഥയായിപ്പോയി. നല്ല വെയിൽ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അച്ചു എത്തിയിട്ടുണ്ടായിന്. അച്ചു വരുമ്പോൾ പാരസെറ്റാമോൾ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അതിലൊരു കഷ്ണം തിന്നിച്ചാകുമ്പോഴാണ് എനിക്കൊന്ന് തല പൊന്തിനിട്ടാ. കാരണം അത്രയും നല്ലോണം ഇങ്ങനെ പനി പിടിച്ചിട്ടുണ്ടായിന്. അത് തിന്നിട്ടാകുമ്പോൾ ഒരു ആശ്വാസം. പിന്നെ കുറച്ച് കഴിഞ്ഞാകുമ്പോഴത്തേക്ക് ഒരു വൈകുന്നേരം 5 മണിയെല്ലാം കഴിഞ്ഞാകുമ്പോഴത്തേക്ക് ഞാനും അമ്മയും നമ്മളെ തോട്ടിലേക്ക് പോയി. പണ്ടെല്ലാം ഞാൻ ഇവിടെ സ്ഥിരം നമ്മൾ സ്കൂളെല്ലാം പഠിക്കുമ്പോൾ ഇവിടെ സ്ഥിരം നമ്മളെല്ലാവരും വൈകുന്നേരം കുളിക്കാനായിട്ട്. അതെല്ലാം ഒരു കാലമാണ്. നമ്മളെല്ലാവരും കൂടിയിട്ട് വന്നിട്ട് വൈകുന്നേരം ഭയങ്കര അടിപൊളിയാണ് കേട്ടാ. എല്ലാവരും വന്നിട്ട് കഥെല്ലാം വന്ന് കുളിക്കുമ്പോൾ ഭയങ്കര രസമാണ്. അതെല്ലാം ഇപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇന്ന് എന്തായാലും അമ്മേൻ്റെ ഒപ്പം വന്നിട്ടില്ല. ഇത് കുടിവെള്ളം എടുക്കാനാണ്. നമ്മളെ കിണറ്റിൽ വെള്ളം കുറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം ചളീൻ്റെ മണലാണ് ഇപ്പോൾ വരല്. അതുകൊണ്ട് തന്നെ ഇവിടുന്നാണ് ഇപ്പോൾ കുടിവെള്ളം എടുക്കല്. അപ്പം അമ്മ എപ്പോഴും വെള്ളമുണ്ട്. ഇന്ന് എന്തായാലും ഞാൻ അമ്മേൻ്റെ ഒപ്പം വന്നിട്ടുണ്ട്. ഇവിടുത്തെ നല്ല വെള്ളമാണ് കേട്ടോ, നല്ല തണുത്ത വെള്ളമാണ്. പിന്നെ ഉറവ് പൊട്ടി വരുന്ന വെള്ളം ആയതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര ഒരു ഭയങ്കര സേഫ്. എന്തായാലും കുറേ നാളിന് ശേഷം വരുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ കുളിക്കാനായിട്ട് ഡ്രസ്സെല്ലാം എടുത്തിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ നല്ല ഭയങ്കര തണുത്ത വെള്ളത്തിൽ കുളിച്ചെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നനക്കാനെല്ലാം ഉണ്ടായിനി. അങ്ങനെ അതെല്ലാം നനച്ചിട്ടാകുമ്പോഴത്തേക്കും അമ്മ അങ്ങ് എത്തിയിട്ടാ. എന്നെ കാത്തു നിന്നിട്ട് അമ്മ അങ്ങ് എത്തി. ഞാനാണെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ട് അമ്മ പറഞ്ഞു നീ അപ്പം ഇപ്പം എല്ലാവരും ഈ തോട്ടിൽ പോയി കുളിക്കുന്നതെല്ലാം ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു സംഭവമല്ലേ. പണ്ട് നമ്മൾ ഫുൾ തോട്ടിൽ തന്നെയാണ്. എൻ്റെ വീടിൻ്റെ താഴെ വലിയൊരു തോടുണ്ട് കേട്ടോ. അവിടെ പോയിട്ട് തുള്ളലാണ് നമുക്ക് ഈ ഒരു മഴക്കാലത്ത് എന്ന് പറയുമ്പോൾ. അവിടെ പോയിട്ട് തുള്ളലാന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന സംഭവം. അതെല്ലാം പോയിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് തുണിയെല്ലാം ആറിയിട്ടിട്ട് നേരെ പോയി ചായ വെക്കാനാണ് കേട്ടോ പോയത്. അപ്പോൾ ചായയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു, പാലിച്ചായ. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്മ ഓറഞ്ചാൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാലും പിന്നെ അത് തിന്നാനും മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കേക്കാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് നല്ല പാങ്ങിലൊരു കപ്പ് കേക്കാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മേടിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഭയങ്കര റെഡ് കളറാണോ ഓറഞ്ച് കളറാണെന്ന് അറിയില്ല. ഭയങ്കര കളർ കൂടിയ ഒരു കേക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അമ്മ പറഞ്ഞു അതിൻ്റെ ഒരു എക്സ്പയർ ഡേറ്റ് ഒന്ന് നോക്കിയത്. അപ്പോൾ ഏപ്രിൽ 21 കാണിച്ചത്. അപ്പോൾ ഏപ്രിൽ 21 തൊട്ട് 16 ദിവസം വരെ എൻ്റെ എക്സ്പയർ ഡേറ്റ് ഉണ്ട്. അപ്പം നമ്മൾ വിശ്വസിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ കേക്ക് തിന്നും. കേക്ക് തിന്നതിൻ്റെ ഒപ്പം ഇന്നലെ ഞാൻ പറഞ്ഞിട്ട് 6ാം നമ്പർ അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ കാരിക്കടി ഉണ്ടായിട്ടാ. അങ്ങനെ അതെല്ലാം കൂട്ടി നല്ല അടിപൊളിയായിട്ട് ചായ കുടിച്ചു.